പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഒരുമിച്ച് പറയുന്നു ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ദൈവം ഒരുക്കിയ രാത്രിയാണ്. അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ രാത്രി. ദൈവം ഈ രാത്രി നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും, ഒരു കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും, ഒരു ദേശത്തെ അനുഗ്രഹിക്കാൻ പറ്റും, ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. വിശ്വസിക്കണം, അത് നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മളെല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് ആശ്രയിക്കാൻ അവനല്ലാതെ മറ്റാരുമില്ല. ഒരു ചെറിയ സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഏതാനും നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലുള്ള ഒരു ഇടവകയിൽ, കന്യാകുമാരി ജില്ലയാണ്, അവിടെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടവക, അവിടെ ഒരു സായാഹ്ന കൺവെൻഷൻ നടത്തുകയാണ്. കൺവെൻഷൻ നടത്തുന്നത് കടൽ തീരത്താണ്. ദേവാലയം കടൽ തീരത്തുള്ള മണൽത്തിട്ടയിലാണ് ജനങ്ങളിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട വികാരിച്ചും പറഞ്ഞു, ഞങ്ങളുടെ ജനം വലിയ വറുതിയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ കഷ്ടപ്പാടിലാണ്, വലിയ ദുരിതത്തിലാണ്, പട്ടിണിയിലാണ്. അച്ഛൻ പറയുകയാണ്, ഇവിടെയുള്ള 99% ആൾക്കാരും ആരായിരിക്കും? കടൽ തീരത്താണ്, മുക്കുവന്മാരാണ്. ഇവര് കടലിനോട് വല്ലിട്ട് ജീവിക്കുന്നവരാ. അച്ഛൻ പറഞ്ഞു, ഈ കടലിൽ നാളുകളായി മത്സ്യമില്ല. അതുകൊണ്ട് ഇവിടുത്തെ മുക്കുവന്മാര്, ഞങ്ങൾ മുക്കുവന്മാരെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത് ശ്രീലങ്കൻ തീരങ്ങളിലും ബോംബെ തീരങ്ങളിലും ഒക്കെയാ. 10, 500, 600, 700, 800 കിലോമീറ്റർ ഒക്കെ ബോട്ട് ഓടിച്ചാണ് മീൻ പിടിക്കാൻ പോകുന്നത്. മുക്കുവന്മാർ പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഞങ്ങൾ മീൻ പിടിച്ച് തിരിച്ചു വരുമ്പോൾ എണ്ണയടിച്ച പൈസ പോലും ഞങ്ങൾക്ക് കിട്ടാറില്ല. ഇങ്ങനെ വേദനിക്കുന്ന ഒരു ജനം. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങൾ കൺവെൻഷന്റെ അവസാന ദിവസത്തിൽ ആ ജനത്തെ എല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തി ആ കടലിന് നേരെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, നീ സർവ്വത്തിനും മതിയായവനാണ്. കർത്താവേ, കടലിനെ ശാന്തനാക്കിയ നിനക്ക് ഈ കടലിൽ നിന്ന് മത്സ്യസമ്പത്ത് നൽകി ഈ ജനത്തെ അനുഗ്രഹിക്കാൻ സാധിക്കും. ഞങ്ങൾ വിശ്വസിച്ചു, ആ ജനത്തെ വിശ്വസിക്കാൻ പഠിപ്പിച്ചു. ആ ജനത്തിന് വേണ്ടി അവരോടൊപ്പം ഞങ്ങൾ കടൽ തീരത്ത് നിന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ദൈവം പ്രാർത്ഥന കേൾക്കും. അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ആ ഇടവകയുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും കൈക്കാരന്മാരോടൊപ്പം ശാലോമിലേക്ക് കടന്നു വന്ന് അവരിങ്ങനെ സാക്ഷ്യം പറയുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ ആ കടലിൽ ചാകര പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ആ കടലിൽ ചാകര പ്രത്യക്ഷപ്പെട്ടു. അച്ഛൻ പറയുകയാണ്, അവിടുത്തെ ഇളം തലമുറ ചെറുപ്പക്കാർ ആദ്യമായിട്ടാണ് ചാകര കാണുന്നത്. അച്ഛൻ പറഞ്ഞു, സാധാരണ ഉണ്ടാകുന്ന ചാകര വില കുറഞ്ഞ മീനിന്റെ ചാകരയാണ്. അവിടെ പ്രത്യക്ഷപ്പെട്ട ചാകര ഏറ്റവും വലിയ മത്സ്യസമ്പത്തിന്റെ ചാകര അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആഴ്ചകൾ കൊണ്ട് ആ ജനങ്ങളുടെ കഷ്ടപ്പാട് മാറി, ദുരിതം മാറി, കടഭാരങ്ങൾ മാറി. ആ ജനത അനുഗ്രഹിച്ചു, അനുഗ്രഹമായി മാറി. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. കരങ്ങളടിച്ച് തിരിച്ചറിയുക, നിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്ന കർത്താവാണ്. വിശ്വസിക്കണം, നിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന കർത്താവ്. ആ കർത്താവിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. കണ്ട് അനുഭവിച്ച സാക്ഷ്യമാണ് നിങ്ങളോട് പങ്കുവച്ചത്. ആ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പറ്റും. നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ പറ്റും. നിന്റെ ദേശത്തെ അനുഗ്രഹിക്കാൻ പറ്റും. നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇന്ന് എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്യും. ഇന്ന് ദൈവം നിന്റെ പ്രാർത്ഥന സ്വീകരിക്കും. ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുക, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ ഇവിടെ കടന്നു വന്നത് എന്ത് നിയോഗത്തിന് വേണ്ടിയാണ്? അല്ലെങ്കിൽ ഷാലോം ടിവിയുടെ മുമ്പിൽ ഈ രാത്രി ഇരിക്കുന്ന ജനലക്ഷങ്ങളുണ്ട്. അനേക രാജ്യങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾ. നിങ്ങൾ ടിവിയുടെ മുമ്പിൽ ഇന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്ന നിയോഗം എന്താ? നിന്റെ ഈശോയോട് പറ, ഈശോ ഈ രാത്രി നിന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനത്തിൽ ദൈവം ഇങ്ങനെ പറയുകയാണ്, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്.
ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. യെശയ്യാ 41:43-11. എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതാരാ? കർത്താവ് പറഞ്ഞു, നമ്മെ രക്ഷിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. പക്ഷെ മറ്റു സത്യമുണ്ട്, നമ്മെ രക്ഷിക്കാൻ നമുക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം എന്നെ അനുഗ്രഹിക്കും. നമ്മൾ ഇന്ന് ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. നമുക്ക് ആശ്രയം അവിടുന്നാണ്. സർവശക്തനായ ഒരു ദൈവം, ഗോഡ് ഓൾമൈറ്റി, സർവശക്തനായ ദൈവം, അവനേക്കാൾ വലിയവൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനത്തിൽ പത്രോസ്ലിഹ ഇങ്ങനെ പറയുന്നു. അത് പത്രോസ്ലിഹയുടെ വാക്കല്ല, വചനം പറയുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് ഇങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു. കളവ് പറയാത്ത പരിശുദ്ധാത്മാവ് ജനത്തോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 4:12. മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഏതു നാമം ഒഴിച്ച? യേശു എന്ന നാമം. മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആര് പറഞ്ഞു? പത്രോസ്ലിഹയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവിടെ നമുക്ക് ആശ്രയിക്കാൻ ഒരു നാമമുണ്ട്. ആകാശത്തിന്റെ കീഴിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ഏകനാമം യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെയും യേശുവിന്റെ നാമത്തിലൂടെ സംഭവിച്ചതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ എവിടെയും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ 2000 വർഷമായി ഇന്ന് വരെയും യേശുവിന്റെ നാമം പറയുന്നിടത്ത്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നിടത്ത്, യേശുവിനെ നാമം പ്രഘോഷിക്കുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Praise the Lord. Hallelujah. 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 യേശു ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥന കേൾക്കും. കാരണം എന്താണ്? മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന സത്യം തിരിച്ചറിയുക. ആ ദൈവം ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ രാത്രിയിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്റെ മക്കള് ഏതെല്ലാം രാജ്യങ്ങളിലാണെങ്കിലും, എത്രമാത്രം വിദൂരങ്ങളിലാണെങ്കിലും, അവരേത് അവസ്ഥയിലുള്ളവരാണെങ്കിലും അവരെ അനുഗ്രഹിച്ചുയർത്താൻ നിന്റെ ദൈവത്തിന് പറ്റും. നിന്റെ അവസ്ഥ എത്രമാത്രം ദയനീയമാണെങ്കിലും, ഞാൻ പറഞ്ഞു, ഒരു ദേശത്തെ ദൈവം അനുഗ്രഹിച്ചു, കടലിനെ ദൈവം ആശീർവദിച്ചു, അവരുടെ പട്ടിണിയെ ദൈവം മാറ്റി. ഒരു ദേശത്തെ അനുഗ്രഹിക്കാൻ നിന്റെ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഉണരണം. ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കും. എൻ്റെ കണ്ണുനീര് രാത്രിയെ യേശു ഒപ്പും. എൻ്റെ നിലവിളി കർത്താവ് കാണുന്നു. എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ വീർപ്പുമുട്ടലുകൾ, എൻ്റെ അലച്ചിലുകൾ എൻ്റെ കർത്താവ് കാണുന്നു. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിലൂടെ കർത്താവ് പറയുക, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിന്റെ അലച്ചിൽ എണ്ണിയ കർത്താവ് ആ അലച്ചിലിനെ പ്രതി നിന്നെ അനുഗ്രഹിക്കും. നീ കണ്ണുനീർ കുപ്പിയിലുള്ള കണ്ണുനീർ കണങ്ങളെ പ്രതി ദൈവം ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥന കേൾക്കും. വിശ്വസിക്കണം. ഹല്ലേലൂയ. വചനമൊരുത്തിക്കുക. ഹല്ലേലൂയ. കരവീശിക്കുക. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കണം. ആകാശത്തിന് കീഴിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമല്ലാതെ ഒരു നാമമില്ല. യേശു എന്ന ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. യേശു, അവൻ മാത്രം രക്ഷകൻ. അവൻ എന്നെ രക്ഷിക്കും, രക്ഷിച്ച് അനുഗ്രഹിച്ച് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി വലിയ വിശ്വാസത്തിൽ എന്നെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ കർത്താവിനെ
എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ, എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തെ. ദൈവം കണ്ണുനീർ തുടച്ചാൽ പ്രിയമുള്ളവരെ അത് നിലനിൽക്കുന്ന ആശ്വാസമാണ്. ദൈവം അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം നിലനിൽക്കും. ദൈവം സന്തോഷം തന്നാൽ അത് നിലനിൽക്കുന്ന ആനന്ദമായി മാറും. ദൈവം എല്ലാം നൽകി അനുഗ്രഹിക്കും. കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. ജീവിക്കുന്ന ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ എല്ലാവരും സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ സ്വരം, നിന്റെ സ്വരം, നിന്റെ സ്വരം ദൈവം കേൾക്കട്ടെ. നിന്റെ സ്വരം യേശു കേൾക്കട്ടെ. നിന്റെ സ്വരം സ്വർഗത്തിലെത്തട്ടെ. യേശുവേ, യേശുവേ, എനിക്ക് ആശ്രയിക്കാൻ അങ്ങല്ലാതെ ആരുമില്ല. എനിക്ക് ദൈവം അങ്ങല്ലാതെ ആരുമില്ല. എന്റെ ദൈവം അവിടുന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി, സ്വരമുയർത്തി ദൈവത്തെ വിളിക്കാം. യേശുവേ, വിശ്വാസം വരട്ടെ. ജീവിക്കുന്ന ദൈവത്തെ, ഇന്ന് ജീവിക്കുന്ന കർത്താവിലെ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നിന്റെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന കർത്താവ്, രോഗപീഠകൾ സുഖമാക്കുന്ന ദൈവം. പാടി പ്രാർത്ഥിക്കാം. ആകാശത്തിന് കീഴിൽ രക്ഷിക്കേണ്ടി നൽകിയ ദൈവത്തിന്റെ നാമത്തെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ല. കരങ്ങളടിച്ച് യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം നൽകിയ വാഗ്ദാനം യേശു. പറുദീസായിൽ ദൈവം യേശു എന്ന രക്ഷകനെ വാഗ്ദാനം നൽകി. ആ രക്ഷകനിലൂടെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, അനുഗ്രഹമായി മാറി. ആ ദൈവത്തെ വീണ്ടും നമുക്ക് ആരാധിക്കാം. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ, യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. കരങ്ങൾ താഴ്ത്തി ദൈവം രക്ഷയ്ക്ക് വേണ്ടി നൽകിയ നാമം യേശു. സർവരും മുട്ടുമടക്കുന്നു അവന്റെ നാമത്തിന് മുമ്പിൽ. ലോകരാഷ്ട്രങ്ങൾ മുട്ടുമടക്കുന്നു യേശു എന്ന നാമത്തിന് മുമ്പിൽ. ശക്തമായ ആ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദേശവും കുടുംബമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശു എന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശു എന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത
യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല, ആശ്രയമില്ല. ആ ദൈവത്തെ ആരാധിക്കാം, ആ ദൈവത്തെ ആരാധിക്കാം, ആ ദൈവത്തെ ആരാധിക്കാം. നമുക്ക് മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആരാധിക്കാൻ ദൈവത്തെ. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. യേശു വഴിയാണ്, യേശു സത്യമാണ്, യേശു ജീവനാണ്. നിനക്ക് വേണ്ടി വഴിയൊരുക്കിയ, നിനക്ക് വേണ്ടി കടന്നു വന്ന ആ യേശുവിനെ ആരാധിക്കാം. അവന്റെ വഴിയിലൂടെ, അവനിലൂടെ. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, പരനേക മധ്യസ്ഥൻ. താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, പരനേക മധ്യസ്ഥൻ. താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമം, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യേശുനാമമല്ലാതെ, 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 അനുഗ്രഹിക്കുന്നവരെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എല്ലാവരും വിളിക്കുക. യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എന്റെ കണ്ണുകൾ തുറക്കുന്ന ദൈവമേ, എന്റെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവരെ, എന്റെ തകർച്ചകൾ ഏറ്റെടുക്കുന്നവരെ, എന്റെ പരാതി ഏറ്റെടുക്കുന്നവരെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർക്കാം. ഈ നാളുകളിൽ വലിയ നിരാശയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ കർത്താവ് ആ നിരാശയിൽ നിന്ന് മോചിപ്പിച്ച് വലിയ സന്തോഷം നൽകുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോയെ ആരാധിക്കാം. ബിസിനസ് തകർന്നൊരു വ്യക്തിയെ കർത്താവ് ഈ രാത്രി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠന വൈകല്യം ഒരു കുഞ്ഞിനെ കർത്താവ് ഈ രാത്രി സൗഖ്യപ്പെടുത്താനായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിശക്തമായ തലകറക്കമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്താനായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം ഈശോയെ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോയെ സ്നേഹിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് എൻ്റെ നാഥനാണ്, അങ്ങ് എൻ്റെ ദൈവമാണ്, അവിടുന്നാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. ഇപ്പോൾ നമ്മൾ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഈശോയെ കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജിൽസൺ വർഗീസ് എന്നാണ്. അദ്ദേഹം എറണാകുളം ജില്ലയിൽ കുറുപ്പമ്പടി എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. കഴിഞ്ഞ അനേക വർഷമായി ഈശോയെ കണ്ടെത്തി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. നമുക്ക് അദ്ദേഹത്തിലൂടെ സാക്ഷ്യം കേൾക്കുകയും കരങ്ങളടിച്ച് സ്വീകരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ തിരുനാമം എന്നും എന്നും വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് പറഞ്ഞല്ലോ, ജിൻസൺ വർഗീസ്. എറണാകുളം ജില്ലയിൽ കുറുപ്പമ്പടി എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ആണ് എൻ്റെ ദേവാലയം. പ്രിയപ്പെട്ടവരെ, തിരുവചനം ഇപ്രകാരം പറയുന്നു: പരീക്ഷ ക്ഷമയോടെ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ തമ്പുരാൻ്റെ സന്നിധിയിൽ അടച്ചുകൊണ്ട് ഹൃദയം തമ്പുരാനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വർഗം സന്തോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളെല്ലാവരെയും പല പ്രതികൂലത്തിൽ നിന്നും വേർപെടുത്തി അങ്ങയുടെ തിരുസന്നിലാക്കി വെച്ചതിനോർന്ന് നീയോട് സ്തുതിക്കുന്നു. തമ്പുരാനെ, അങ്ങ് വിളിച്ചിട്ടാണല്ലോ ഞങ്ങൾ വന്നത്. ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് ഇടപെടണം. ഈ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെയും തമ്പുരാനെ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു യോഗ്യതയുള്ള കർത്താവെ ഇവിടെ നിൽക്കുവാൻ അങ്ങയുടെ ദാനമാണ് ഈ ജീവിതം. അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്നിരുന്ന എല്ലാ മക്കളെയും, ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ പെറ്റ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച് വീണ്ടും ജീവിക്കുന്നതിനായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബം അപ്പച്ചനും അമ്മച്ചിയും 2 സഹോദരിമാരും അടങ്ങുന്ന കുടുംബമാണ്. എല്ലാവരെയും പോലെ തന്നെ കഷ്ടതയുടെ നടുവിലൂടെ, പ്രയാസത്തിലൂടെ എൻ്റെ ചെറുപ്പകാലം കടന്നു പോവുകയായിരുന്നു. എന്നാൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വിശുദ്ധ മദ്ബഹായിൽ ആൾത്താരയിൽ എന്നെ ശുശ്രൂഷകയായിട്ട് വിട്ടിരുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ പഠനം അഭ്യസിക്കാനും വിട്ടിരുന്നു. അങ്ങനെ കഷ്ടതയിലൂടെ നടുവിലൂടെ കടക്കുമ്പോൾ എൻ്റെ അപ്പച്ചനൊരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. എന്നൊന്നും ജോലിയില്ല. അപ്പോൾ കഷ്ടതയിലൂടെ പോകുമ്പോഴും എൻ്റെ ചേച്ചിമാരെല്ലാം വിവാഹപ്രായം എത്തി. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയമാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, വിവാഹം നടക്കണമെങ്കിൽ ചിലവുണ്ട്. ഇതിനൊന്നും പണമില്ലാത്ത അവസ്ഥ. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഒരു വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചു. എന്നാൽ വിവാഹത്തിൻ്റെ തലേ ദിവസം ഒരു 60,000 രൂപ വേണമായിരുന്നു. അത് തരാമെന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് സാധിച്ചില്ല. പിറ്റേ ദിവസം കല്യാണം നടക്കില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആഗ്രഹിച്ച് ആലോചനകൾക്ക് ശേഷം വന്നതായുണ്ട് കുടുംബത്തിലെല്ലാവർക്കും വിഷമമായി. ഞാൻ +2 പഠിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എല്ലാവരും ഭയങ്കര കരച്ചിൽ ബഹളമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാലും പണം അന്വേഷിച്ച് പലരുടെ അടുത്ത് സമീപിക്കുകയുണ്ടായി. എങ്കിലും അവിടെ നിന്നൊന്നും ലഭിച്ചില്ല. അവസാനം രാത്രി ഒരു 10 മണിയായി കാണും, ഞങ്ങളുടെ ദേവാലയം അടച്ചിരുന്നു. അപ്പോൾ വിശുദ്ധ മദ്ബായിലാണെങ്കിലും ശുശ്രൂഷയെങ്കിൽ തന്നെയും പുറമേ ആയിരുന്നു ദൈവത്തോടുള്ള ആരാധന. ഉള്ളിൽ യേശു ഉണ്ടായിരുന്നില്ല.
ഞാൻ മധുവയുടെ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് ഏറ്റവും ദൈവത്തിൻ്റെ ആൾ എന്നാണ് വിചാരിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതുവരെയും രഹസ്യമായ പ്രാർത്ഥനയൊന്നും തമ്പുരാനോട് ഇല്ലായിരുന്നു. അന്നാദ്യമായി തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥിച്ചെന്ന് ഓർക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒന്നോലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നാട് വിട്ടു പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ടൗണിലേക്ക് നടക്കുമ്പോൾ വണ്ടി ഇടിക്കണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. എന്നാൽ അന്ന് വരെയും 6:30 മണിക്ക് ആകുമ്പോൾ ഒരു സ്ഥാപനമുണ്ട്, പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു സ്ഥാപനം. അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എൻ്റെ കണ്ണിൽ അത് പെട്ടു. അവിടെ കയറി. അദ്ദേഹം അറിയില്ല. അവിടെ കയറി സംസാരിച്ചു. കണ്ണുനീരോടെ എൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 6:30 കടയടയ്ക്കും, അന്ന് രാത്രി 10 മണിയായി. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അന്ന് തുറന്നു വെച്ചിരുന്നു. അന്നും വിശ്വസിക്കുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. യെശയ്യാ പ്രവചനം 65:24 നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. എന്താണ്? നീ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ പ്രാർത്ഥിക്കുന്ന മുമ്പേ ഞാനത് കേൾക്കും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എനിക്ക് പണം തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിന് ചില ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അത് പിറ്റേ ദിവസം ചെയ്താൽ മതി. എൻ്റെ കുടുംബത്തിന് സന്തോഷമായി. വിവാഹം വളരെ മനോഹരമായിട്ട് സ്വർഗത്തിലെ ദൈവം നടത്തി. അന്ന് എനിക്ക് മനസ്സിലായി, ദൈവത്തോട് യാചിച്ചാൽ ലഭിക്കും എന്നെനിക്കത് മനസ്സിലായി. അങ്ങനെ വിവാഹം നടന്നു. പിന്നീട് അതിൻ്റെ പലിശ 5-6 മാസത്തിനെ എനിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നീടും ഓരോ ദുരിതങ്ങളും വന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സ്ഥലമുണ്ടായിരുന്നു, 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു, വീടും. അപ്പോൾ 40 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിന് എഴുതി കൊടുക്കാൻ ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, പണം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി. എന്നാലും എനിക്ക് തിരിച്ചു ആ സ്ഥലം വിൽക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അന്ന് 16 വർഷങ്ങൾക്ക് മുമ്പ് വിലയുണ്ടായിരുന്നില്ല, വിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നിന്നയും പരിഹാസമൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ 4 കേസ് ഫയൽ ചെയ്തു, പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ ആദ്യത്തെ കേസ് തന്നെ വിളിക്കുവാണ് കോലഞ്ചേരി എന്ന് പറയുന്ന കോടതിയിലെ, എറണാകുളം ജില്ലയാണ്. അപ്പോൾ ജാമ്യം വേണം. ജാമ്യം നിൽക്കാൻ എൻ്റെ കൂടെ ആരും ഇല്ല. അറിയാലോ, ഞാൻ പറ്റിച്ചിട്ട് പോയാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ജാമ്യം നിൽക്കാൻ ആരും വന്നില്ല. അതിന് അവസാനം വക്കീലും പറഞ്ഞു, ഞാൻ വന്നിട്ടും വലിയ കാര്യമില്ല, എങ്ങനെയായാലും അകത്തോട്ട് പോകും, ജാമ്യക്കാരുണ്ടായാലും ചെക്ക് കേസിൻ്റെ അകത്ത് പോകും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ സഹനം ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോടതിയിൽ ചെല്ലുന്നു. അവസാന നിമിഷം ഒരു ചേട്ടൻ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ തയ്യാറായി. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെ അകത്ത് പോകണ്ട, അന്ന് ഞാൻ എത്രയില്ല കേട്ടോ. അപ്പോൾ അകത്ത് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കോടതിയിൽ കയറി പ്രതികൂട്ടിൽ നിന്നു. അപ്പോൾ അതുവരെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ശക്തനായിട്ട് നിൽക്കുക, എന്തും സ്വീകരിക്കാൻ റെഡിയായിട്ട്. അത് മേടിച്ചതിൻ്റെ 3 ഇരട്ടി തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഇതായില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രതി ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് വായിച്ചപ്പോൾ ആ കോടതിയിലുള്ള എല്ലാവരും എന്നെ തറച്ചു നോക്കിയപ്പോൾ അവിടെ ഞാൻ തകർക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു സ്വർഗത്തിലെ ദൈവത്തോട് അവിടെ നിന്നുകൊണ്ട് കണ്ണുനീരോടെ. ആ പ്രാർത്ഥന എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഇങ്ങനെയായിരുന്നു, ദൈവമേ, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ, എപ്പോൾ വേണമെങ്കിലും എൻ്റെ ജീവനെ നിനക്കെടുക്കാം, പക്ഷെ ഇതുപോലെ പരിഹസിക്കപ്പെടുവാൻ എന്നെ നിർത്തരുത് എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെയും സ്വർഗത്തിലെ ദൈവം യെശയ്യാ 41:10 പറയുന്നവരെ, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാ, ഞാൻ നിന്നെ സഹായിക്കും. ആ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വീണ്ടും വന്നു. എനിക്ക് ജാമ്യം കിട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാൻ പുറത്ത് കിടന്നു. അങ്ങനെ അവിടെ നിന്ന് ദേവാലയത്തിലെ ശുശ്രൂഷയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മുംബൈയിൽ നിന്നൊരു സഹോദരൻ ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നു. അദ്ദേഹം എന്നെ കാണുകയും മുംബൈയിൽ ഒരു ദേവാലയത്തിൽ ഒരു ശുശ്രൂഷന് ആവശ്യമുണ്ടെന്ന് അറിയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കേസെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഒഴിവായി. എന്നാൽ
അവിടെയുള്ള വൈദിക ശ്രേഷ്ഠ പറഞ്ഞു, ജിൻസെ പോണം, ദുബായിലൊക്കെ പോയി രക്ഷപ്പെടാം, കടഭാരം എല്ലാം മാറും. അപ്പോഴും ഞാൻ പോയാലും അദ്ദേഹം എന്നെ തിരിച്ച് കേസിൽ ഇവിടെ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എനിക്കുള്ള വീടും സ്ഥലവും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ കേസെല്ലാം പിൻവലിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ വീടും സ്ഥലവും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോടൊരു മാപ്പ് ചോദിച്ചു. കാരണം നമ്മൾ വൈകിയല്ലോ. ഇവിടെ ഒരു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമല്ല, അദ്ദേഹം കാരണമാണ് ഇന്നിവിടെ ഞാൻ നിൽക്കാൻ ഇടയായത്. അപ്പോൾ അദ്ദേഹത്തോടൊരു മാപ്പ് ചോദിച്ചു. വൈകിയതിന് അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ അതെല്ലാം കൊടുത്ത് എൻ്റെ കുടുംബത്തെ ഞാൻ ഒരു വാടക വീട്ടിലാക്കിയിട്ട് മുംബൈ ദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ബോംബെ എവിടെയാണെന്ന് എനിക്കറിയില്ല, ട്രെയിൻ എന്നാന്ന് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതെന്താണെന്നും എനിക്കറിയില്ല, എങ്ങോട്ടോ പോകുന്നെന്നും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ സഹോദരൻ തിരിച്ച് മുംബൈയിലോട്ട് പോയി. അവിടെ ഒരു സ്ഥലം പറഞ്ഞു തന്നു, അവിടെ ഉണ്ടാകും എന്നെന്നോട് പറഞ്ഞു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോകാൻ തീരുമാനിച്ചു. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ട്രെയിനെല്ലാം അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി. അവിടെ കയറാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു. കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ. കയ്യിൽ മടങ്ങി പോരാനുള്ള പൈസയും ഇല്ല. അപ്പോഴും ഹൃദയത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, എന്നെങ്കിലും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇപ്പം സന്തോഷം കൊണ്ടാട്ടോ ഈ കണ്ണീര് വന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിൻ കയറി ഒരു പഴയ ഷർട്ടും ഒരു പഴയ ബാഗൊക്കെ ആയിട്ട് യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. എന്നാൽ പറഞ്ഞ ജോലി എനിക്ക് കിട്ടിയില്ല. അവിടുത്തെ ദേവാലയത്തിലെ ശുശ്രൂഷനായിട്ടായിരുന്നു. എന്നാൽ അതെനിക്ക് കിട്ടിയില്ല പെട്ടെന്ന്. അപ്പോൾ അവിടെ കുറച്ച് ദിവസം തങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോരാനും പൈസ ഇല്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോരാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ദേവാലയത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകാം, ആരോടെങ്കിലും ചോദിക്കാം എന്ന് വെച്ച് ദേവാലയത്തിൽ വന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നെ കാണുകയും അദ്ദേഹം സംസാരിച്ച്, നീ മതി, നമുക്കിവിടെ താമസിക്കാം, ഇവിടെ ശുശ്രൂഷനായിട്ട് ഞാൻ നിന്നെ അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ അവിടെ താമസം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടെ താമസിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22:41 42 ഇപ്രകാരം പറഞ്ഞു, യേശുവും മലയിൽ പോയി മുട്ടുകുത്തി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. എബ്രായർ 5:7 പറയുന്നു, ഉറച്ച കണ്ണുനീരോടും നിലവിളിയോടും പ്രാർത്ഥിച്ചപ്പോൾ മരണത്തെ ജയിക്കുവാനായിട്ട് അവന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വചനം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബൈബിളിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷെ അന്നേ മുട്ടുമ നിന്ന് കണ്ണുനീരോടെ ഉറച്ച നിലവിളിയോടെ, വേറെ ആരുമില്ല അവിടെ, ആ ദേവാലയത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത്. അപ്പോൾ കണ്ണുനീരോടെ ഉറച്ച നിലവിളിയോടെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. എനിക്ക് വീണ്ടും ഒരു സഹോദരി കൂടെ ഉണ്ട്, ഒരു ഭവനം വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ ഒരു ശമ്പളമേ കിട്ടിയിരുന്നുള്ളൂ. അതെൻ്റെ വീടിൻ്റെ വാടകയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ബാക്കി എല്ലാ ദിവസങ്ങളിലും പട്ടിണി ആവണ ദിവസങ്ങളിലൊക്കെ ഉപവാസമായിട്ട് ഞാൻ കൂട്ടി. വചനം വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. വചനപ്രകാരം പറയുന്നു, 119 സങ്കീർത്തനം 71 വാക്യം, ഈ കഷ്ടങ്ങളെല്ലാം നിൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കാൻ എനിക്ക് ഉപകാരമായി. എൻ്റെ ജീവിതത്തിൽ വചനം വായിക്കാൻ തുടങ്ങിയതും പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ഈശോയായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതും ആ കഷ്ടതയുടെ നടുവിലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മമ്മിയും അപ്പച്ചനൊന്നും എന്നോട് ചേച്ചിയുടെ വിവാഹകാര്യം പറയാറില്ല, കാരണം എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മമ്മി വിളിച്ചു, മോനെ ഒരാലോചന വന്നിട്ടുണ്ട്, വീടൊന്നും ഇല്ലില്ല, അവർക്ക് കുഴപ്പമില്ല, അവർക്ക് സന്തോഷമാണ് വിവാഹം നടത്താനായിട്ട്. ഇപ്പോഴും 1-2 ലക്ഷം രൂപയോളം വേണം അതിൻ്റെ ചിലവിലേക്ക്. പ്രിയപ്പെട്ടവരെ, ആരും സഹായിക്കാനില്ലല്ലോ. വീണ്ടും പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ഞാൻ ഓരോരുത്തരോടും പറഞ്ഞു പ്രാർത്ഥിക്കണം. അങ്ങനെ രാത്രിയിൽ ഒരു 11 മണിയായി കാണും. ഒരു 65 വയസ്സുള്ളൊരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ ഓരോ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, എൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അച്ഛൻ ചോദിച്ചു, വല്ല ആലോചനയും വന്നിട്ടുണ്ടോ മകനെന്ന് ചോദിച്ചു. ഉവാച്ച വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല. അച്ഛൻ പറഞ്ഞു, ആ രാത്രി അച്ഛൻ പറയുക, 1 ലക്ഷം രൂപ ഞാൻ തരാം. ഇനി അപ്പോൾ പൊട്ടിക്കരയുന്ന അവസ്ഥയുണ്ടായി. ഭയങ്കര സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. കാരണം മനുഷ്യർക്ക് ഒരിക്കലും സംസാരിക്കാൻ
സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് നല്ല ബോധ്യമുണ്ടായി. അപ്പോൾ കരയുന്ന കാരണം അച്ഛന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ നാളെ നമുക്ക് സംസാരിക്കാം, ഞാൻ ചെക്കായിട്ട് വരാം, ഇനിയിപ്പോൾ ആരും ബാക്കി തന്നില്ലെങ്കിലും ഞാൻ തന്നെ തരാം, നമുക്ക് വിവാഹം നടത്താം എന്ന് പറഞ്ഞു. അപ്പോഴും പ്രിയപ്പെട്ടവരെ എനിക്ക് സമാധാനമായില്ല. ദേവാലയത്തിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചു. 127 സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുക: തൻ്റെ ദാസനോ അവൻ ഉറക്കത്തിൽ കുട്ടിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. പക്ഷെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉറക്കത്തിൽ നാളെ എനിക്ക് തരേണ്ടുന്ന അപ്പണം സ്വരൂപിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ദേവാലയത്തിൽ അച്ഛൻ വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു. ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ആ ചർച്ചിലെ മെമ്പേഴ്സ് വന്നു. അവരെല്ലാം 25,000 ഒക്കെ ആയിട്ടാണ് വന്നത്. എല്ലാവരും പറഞ്ഞു, സഹോദര, എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ സ്വരൂപിച്ച് വെച്ച പണമാണ്, തിരിച്ച് എനിക്കാരോടും മേടിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവർ, കാരണം തിരിച്ചോടെ കയ്യില്ലല്ലോ. അപ്പോൾ അവർ ദൈവം തന്നെ ഇങ്ങോട്ട് പറയിച്ചു, തിരിച്ച് തരണ്ട, എന്തെങ്കിലും ജിൻസിനുണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ വേദനിക്കുന്നവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം അമ്മയോട് പറഞ്ഞത്. ആ 2 ദിവസം കൊണ്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി കരുതി. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ വിവാഹം മനോഹരമായിട്ട് നടന്നു. വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ ദേവാലയത്തിലൊരു മെമ്പർ എന്നോട് ചോദിച്ചു, എൻ്റെ കമ്പനിയിൽ ഒരു ഒഴിവുണ്ട്, ജിൻസ് വരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യണം, ഞാനില്ല എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ജിൻസ് ഒരു ഒഴിവുണ്ട്, വരുന്നോ? അപ്പം എനിക്കൊരു ബോധ്യം വന്നു, ദൈവമേ അങ്ങയുടെ ഇഷ്ടമായിരിക്കുമോ? അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു പലരോടും. എൻ്റെ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, ജിൻസ് പോകണം, നീ ചെല്ലുന്നിടത്ത് എന്ത് ജോലി ചെയ്താലും തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ മതി, ദൈവം വിളിക്കുന്നതാണ്, പോകണം എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ പ്യൂണായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അവിടെയും വലിയ ശമ്പളമില്ല. എനിക്ക് പിന്നെ ആവശ്യം എന്ന് പറയുന്നത് വീടാണ്, എൻ്റെ മാതാപിതാക്കളെ പാർപ്പിക്കുവാൻ. അപ്പോൾ അവിടെ പ്യൂണായിട്ട് നിൽക്കുമ്പോൾ അതിന് പോലും എനിക്ക് യോഗ്യതയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ, ആ കമ്പനിയിൽ നിൽക്കുവാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം കേൾക്കാൻ പോകുമായിരുന്നു. ഇതുപോലെ ഒരു വചനഹാളിൽ ഞാൻ പോയിരുന്നു, ഏറ്റവും ബാക്കിലായിട്ട്. അന്ന് ഒരുപാട് വചനങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആവർത്തന പുസ്തകം 28:13 എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വചനം മാത്രം: ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും. അതെൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഇരുന്നു. വചനം കഴിഞ്ഞു, വീട്ടിൽ പോയി ജോലിക്ക് പോകുമ്പോഴൊക്കെ ഈ വചനം എൻ്റെ ഉള്ളിൽ തീ പോലെ കത്താൻ തുടങ്ങി. ഇവിടെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ വചനം ജീവൻ വെച്ചു. വെറും പിയൂണായിരുന്ന എന്നെ കമ്പനി തീരുമാനിക്കുവാണ്, തിരുവനന്തപുരത്ത് മുടങ്ങിക്കിടക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് 8 വർഷമായി കമ്പനിയുടെ, ജിൻസ് പോകണം. അവർ തീരുമാനിച്ചു, അതിൻ്റെ ചെയർമാൻ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പോയിട്ട് എന്ത് കാര്യം, അവിടെ വലിയ മാനേജർമാരുണ്ട്, എനിക്കൊന്നും അറിയില്ല, ബിൽഡിംഗ് എന്നാ, ഫ്ലാറ്റ് എന്താ, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നീ പോ. ഞാൻ ചെന്നു. അവിടെ മുട്ടുമടക്കി തമ്പുരാൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണോ കമ്പനി ആവശ്യപ്പെട്ടത്, അത് നെഹമ്യാവ് ആയിരുന്നു അന്ന് എനിക്ക് ദൈവം എന്നോട് സംസാരിച്ച വചനം. 6-ാം അധ്യായം 52 നാൾ ഇതെല്ലാം പൂർത്തീകരിച്ച് മടങ്ങും. 52 ദിവസം ആയില്ല പ്രിയപ്പെട്ടവരെ, പൂർത്തീകരിച്ച് മടങ്ങി. വീണ്ടും എന്നെ പിയൂണായിട്ട് അവിടെ വെച്ചു എറണാകുളത്ത്. എന്നാൽ ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീണ്ടും മാറിയപ്പോൾ കമ്പനി വീണ്ടും തീരുമാനിച്ചു ജിൻസിനെ അവിടെ ബ്രാഞ്ചിൻ്റെ ഇൻചാർജായിട്ട് മാറ്റാൻ. അങ്ങനെ വാലായിരുന്ന എന്നെ തമ്പുരാൻ ആ ബ്രാഞ്ചിൻ്റെ തലയാക്കി മാറ്റി. അങ്ങനെ അവിടെ നിന്ന് അത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിലായി കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ കമ്പനി ബാംഗ്ലൂർ ദേശത്തേക്ക് മാറ്റി. ഇപ്പോൾ 8 വർഷമായി ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ. ആ ജോലിയിൽ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ 10-10 കിട്ടി. ഇംഗ്ലീഷിന് 10-10 കിട്ടിയാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. എന്നാൽ ബാംഗ്ലൂർ ലാംഗ്വേജ് നിങ്ങൾക്കറിയാം, കന്നഡയാണ്. തമിഴ്നാട്ടിൽ തമിഴാണ്. ബോംബെയിൽ ഹിന്ദിയാണ്. ഇവിടെയെല്ലാം ഒറ്റ സമയം കൊണ്ട് പോകാൻ ഉള്ള രീതിയിലേക്ക് കമ്പനി എന്നെ മാറ്റി. ഒരാഴ്ച സമയത്ത് ഇവിടെ എല്ലാം കവർ ചെയ്ത്
നാട്ടിൽ വരും. എല്ലാ സൺഡേയിലും ഒരു ശുശ്രൂഷയുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തുടങ്ങിയ ഒരു ശുശ്രൂഷ, 400 പേര് കൂടുന്നൊരു ശുശ്രൂഷ. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരും. വിശ്വമദ്ബായ ശുശ്രൂഷയുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് 10-20 വർഷമായി കുട്ടികളെ ഈ വചനം പഠിപ്പിക്കുന്നു. ഇതിനെല്ലാം വേണ്ടി എല്ലാ ആഴ്ചയിലും വരും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ഒരു യോഗ്യതയില്ലാത്ത, ഒരു പഠിപ്പോ അറിവില്ലാത്ത എന്നെ കൊണ്ട് തമ്പുരാൻ ഈ 3-4 ഭാഷകൾ തമ്പുരാൻ എന്നെ കൊണ്ട് പറയിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു പ്രോജക്റ്റല്ല, 13,500 കോടി രൂപയുടെ പ്രോജക്റ്റ് ഒറ്റയ്ക്ക് തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ജോലി എന്ന് പറയുന്നത്, എനിക്ക് ആദ്യം കിട്ടിയ ജോലിയാണ് സെമിത്തേരിൽ പുല്ല് പറിക്കുക എന്ന ജോലിയാണ്. സെമിത്തേരി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സെമിത്തേരിൽ പുല്ല് പറിക്കുന്ന ജോലിയായിരുന്നു. രണ്ടാമത് വണ്ടി ഓടിക്കുക, വണ്ടി കിളിയായിട്ട് പോവുക, വണ്ടി കഴുകുക, ഹോട്ടലിൽ നിൽക്കുക, ബേക്കറിയിൽ നിൽക്കുക, സൗണ്ട് ലൈറ്റിൻ്റെയൊക്കെ ആ ജോലി എനിക്കറിയില്ലാത്തതുകൊണ്ട് അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുക, ഈ വീഡിയോഗ്രാഫിക്കൊക്കെ ലൈറ്റ് അടിച്ചു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ ടൗണിൽ റോഡിൻ്റെ, നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാകും, റോഡിൻ്റെ കാന കീറുന്ന ഒരു ജോലി പണ്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ കാന കീറിയിട്ട് രാത്രിയാകുമ്പോൾ ആ കാനയുടെ സൈഡിൽ തന്നെ രാത്രിയും കീറും, കാരണം പണം വേണമല്ലോ. അപ്പോൾ ആ കാന കീറി ആ റോഡിൻ്റെ സൈഡിൽ തന്നെ കിടന്നുറങ്ങി. ഒരു ഉറുമ്പ് പോലും കടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. ആ കാന റോഡിൻ്റെ സൈഡിൽ കിടന്നുറങ്ങി എന്നെ സ്വർഗത്തിലെ ദൈവം പിന്നീട് ഫ്ലൈറ്റിൽ കിടത്തി ഉറക്കിക്കൊണ്ടിരുന്ന അവസ്ഥയിലേക്ക് ദൈവം എന്നെ മാറ്റി. സെമിത്തേരിൽ പുല്ല് പറിച്ചുകൊണ്ടിരുന്ന ഈ കൈകൾ കൊണ്ട് കണക്കിന് 10 കിട്ടിക്കൊണ്ടിരുന്ന എന്നെ കൊണ്ട് കോടികൾ സൈൻ ചെയ്യുന്ന, കോടികൾ തുക എഴുതുന്ന ആളാക്കി എന്നെ ദൈവം മാറ്റി. ആ കമ്പനിയിൽ ആ ചെയർമാൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് തമ്പുരാൻ, വേറൊരു വാക്കില്ല മറുവാക്ക്. നമ്മൾ പറയുമ്പോൾ വേറൊരു വാക്കില്ല. 5-8 അഡ്വക്കറ്റുമാർ കീഴിൽ ഇതുപോലെ മിനിസ്റ്റേഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിലും ജഡ്ജിമാർ എല്ലാം ഒരുപോലെ ഇരുന്ന് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് തമ്പുരാൻ എന്നെ മാറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, ബാംഗ്ലൂരിലും ചെന്നൈയിലും ഞാൻ ഭക്ഷണം കഴിച്ച ഒരു 5 സ്റ്റാർ ഹോട്ടലും ഇല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് മടുത്ത ഒരേ ഒരു വ്യക്തി ഞാനായിരിക്കും. കാരണം പിന്നീട് അവിടെ ചെല്ലുമ്പോൾ എനിക്കത് വേണ്ട. പ്രിയപ്പെട്ടവരെ, വിശന്ന് അലഞ്ഞിരുന്ന എനിക്ക് ഇഷ്ടം പോലെ, ചെറിയ ഹോട്ടലിൽ നിന്നല്ല, 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡാണ് തമ്പുരാൻ തന്നത്. തമ്പുരാനെ അറിഞ്ഞപ്പോൾ അവസാനം വെറും ഒരു ഫ്രഷ് ജ്യൂസ് മാത്രം കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന അവസ്ഥയായിരുന്നു പ്രിയപ്പെട്ടവരെ എനിക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ താമസം വലിയൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റോഡിൽ സൈഡിൽ കിടന്ന എന്നെ തമ്പുരാൻ മനോഹരമായ ഫ്ലാറ്റിലേക്ക് എന്തും ചെയ്തു തരാൻ ആള്, വാഹനം എല്ലാം ദൈവം എനിക്ക് തന്നു. അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് പറഞ്ഞത്. എൻ്റെ രണ്ടാമത്തെ സഹോദരി വെറും 75 രൂപ കൊടുത്താണ് നേഴ്സിംഗ് പഠിപ്പിച്ചത്. ഏറ്റവും ചെറിയ കോഴ്സാണ് ANM എന്ന് പറയുന്ന. എന്നാൽ ഇന്ന് ദൈവം അവളെ കുവൈറ്റിൽ നേഴ്സായിട്ട് ഏറ്റവും ഉയർന്ന സാലറിയിൽ ജോലി നോക്കി സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയട്ടെ, എൻ്റെ ഭവനം, നഷ്ടപ്പെട്ട ഭവനം, ഞാൻ, അതായത് ഒരു 8 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത്, നഷ്ടപ്പെട്ട സ്ഥലത്തിൻ്റെ ഒരു 50 മീറ്റർ വ്യത്യാസം പ്രിയപ്പെട്ടവർ ഉണ്ടായിരുന്നുള്ളൂ. അതിനോട് ചേർന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ചെങ്കുത്തായി കിടക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു വീടിന് ഒരു സാധ്യതയും ഇല്ലായിരുന്നു. എന്നാൽ അവിടെ പോയി മുട്ടുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട. അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒരു വെളിച്ചം കണ്ടു. അവിടെ ഒരു ഭവനം പണിയാൻ തീരുമാനിച്ചു. ഒരു നിലയല്ല 3 നില ഭവനം പണിയാനായിട്ട് തമ്പുരാൻ ഇട തന്നു. എൻ്റെ കയ്യിൽ ഒരു പൈസയും കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ തുടങ്ങിയത്. എന്നാൽ ആ പണിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് അതിൻ്റെ പണി നിർത്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഓരോ അവസ്ഥയിലും തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ, വിളിച്ച് തീരുന്ന മുമ്പ് അവനെനിക്ക് ആ ആവശ്യത്തിൻ്റെ മേൽ എനിക്ക് ഉത്തരം തരുമായിരുന്നു. അങ്ങനെ പണി പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എനിക്ക് കോഴിക്കോടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ തിരുവനന്തപുരത്തല്ല തന്നത്. എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ തന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ മാനിച്ചു. പ്രിയപ്പെട്ടവരെ, തല താഴ്ത്തി എല്ലാവരാലും അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന എന്നെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് എന്നെ എടുത്ത് ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എനിക്കൊരു വചനം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ തീ പോലെ കത്താൻ തുടങ്ങി. 116-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം.
യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരത്തിനും ഞാൻ എന്ത് പകരം നൽകും? ആ ചിന്ത എന്നെ വേട്ടയാടാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ. ആ ചിന്ത വേട്ടയാടിയപ്പോൾ ഒരു തീരുമാനം, തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു, ഒരു തീരുമാനമെടുത്തു. എനിക്കെൻ്റെ ദൈവം തന്ന ജോലിയാണ്. എൻ്റെ ദൈവം പറഞ്ഞപ്പോൾ ഞാനത് നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ 2 മാസം മുമ്പ് ആ ജോലി രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല. രാജി അവരിപ്പോഴും സ്വീകരിച്ചിട്ടില്ല. ലക്ഷങ്ങൾ ഓഫറായി വന്നു. അനേകർ സമ്മർദ്ദം കൊണ്ട് പറയിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ തീരുമാനത്തിൽ നിന്ന് എനിക്കാണ് വിട മാറാനായിട്ട് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവരിപ്പോഴും ശ്രമിക്കുന്നു ചെല്ലുവാനായിട്ട്. എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ തമ്പുരാന് വേണ്ടി മർക്കോസ് 10:30 വാക്യം, ക്രിസ്തുവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നീ എന്തെല്ലാം ഉപേക്ഷിച്ചാലും ഈ ലോകത്ത് വെച്ച് തന്നെ നിനക്ക് അതിൻ്റെ ഇരട്ടി ഞാൻ നൽകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ജോലി ഉപേക്ഷിച്ചു. ഇപ്പോൾ പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നു. പല സ്ഥലങ്ങളിൽ ഈ കർത്താവിൻ്റെ സാക്ഷ്യമായി പോകുന്നു. അതോടൊപ്പം തന്നെ ദേവാലയ ശുശ്രൂഷയും സൺഡേ സ്കൂളിൻ്റെ ശുശ്രൂഷയുമായി നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്രത്തോളം എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവം ഇല്ലേ? എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് അത്ഭുതം ചെയ്ത അതേ ദൈവം ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു മാറ്റം, ഇതുവരെ സഞ്ചരിച്ച ഒരു വഴിയിൽ നിന്ന് ഞാനും നിങ്ങളും ഒന്ന് മാറി സഞ്ചരിച്ചാൽ ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതം കാണാനായിട്ട് പറ്റും. നമുക്കറിയാം അബ്രഹാം പിതാവ് ചെയ്തത്. അവസാനം വരെ അവൻ ക്ഷമിച്ചു. ആ സഹനം ഏറ്റെടുത്തപ്പോൾ ആ മകനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരാൻ അവന് സാധിച്ചു. നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ കാണാം, രക്തസ്രാവക്കാരിയ സ്ത്രീ, അവൾക്ക് ആരോഗ്യമില്ല, പണമില്ല, എല്ലാവരാലും അപമാനിക്കപ്പെട്ടപ്പോഴും അവൾ അവസാനം വരെ ആ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാനും അവനെ ഒന്ന് ആരാധിക്കുവാനും കണ്ണുനീരോടെ, ആരോഗ്യം അനുവദിച്ചില്ലെങ്കിലും അവനെ ഒന്ന് കണ്ടാൽ, ഒന്ന് തൊട്ടാൽ മതിയെന്ന വിശ്വാസത്തോടെ കണ്ണുനീരോടെ ചെന്നപ്പോഴും അത്ഭുതം കണ്ടതായിട്ട് നമുക്ക് കാണാം. വീണ്ടും ദാനിയേൽ സിംഹക്കുഴിയുടെ ഉള്ളിലേക്ക് പോയപ്പോഴും സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നും രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് ആ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് യേശുവിനെ കണ്ടു. അവൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ, ആ ദൈവത്തെ വിളിച്ചപ്പോൾ അവിടുന്നെല്ലാം അവനെ മാറ്റി ഒരു രാജാവാക്കി മാറ്റിയ ദൈവം നമുക്കുണ്ട്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ എത്ര രോഗത്തിൻ്റെ കഠിന അവസ്ഥയിലാണെങ്കിലും നീ ആ സഹനം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ തമ്പുരാൻ തന്നതാണ് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ കടഭാരത്തിൻ്റെ നടുവിലാണോ എൻ്റെ തമ്പുരാൻ തന്നതാണ്, അത് വിടുവിക്കാൻ അവന് സാധിക്കും എന്ന് വിശ്വസിക്കും. നിനക്ക് മക്കളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ, വിവാഹം നടക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ, പഠിക്കാൻ പറ്റാത്ത, ജോലി ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നീ ഒന്ന് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, ചുമ്മാ ഏൽപ്പിച്ചു കൊടുത്താൽ കേൾക്കത്തില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഉള്ളിലുള്ള അസൂയയുടെയോ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ പിണക്കത്തിൻ്റെയോ ക്രോധത്തിൻ്റെയോ ശാഠ്യത്തിൻ്റെയോ മത്സരത്തിൻ്റെയോ 1-ാം പ്രമാണം ലംഘിച്ച അവസ്ഥയോ 6-ാം പ്രമാണം ലംഘിച്ച അവസ്ഥയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ കുമ്പസാരം നടത്തി തമ്പുരാനോട് ചേരുവാൻ ഇന്ന് രാത്രിയിൽ തീരുമാനമെടുത്താൽ, നീ ഏതവസ്ഥയ്ക്ക് വേണ്ടിയാണോ നീ ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത്, തമ്പുരാൻ നിൻ്റെ അവസ്ഥ നീ പ്രാർത്ഥിച്ച് തീരും മുമ്പേ, നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം നിനക്ക് ഉത്തരം തരും. വിശ്വസിക്കുന്നുവോ? സ്വർഗത്തിലെ ദൈവം ചെയ്യും. പ്രിയപ്പെട്ടവരെ, കഥയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഈ 10 വർഷം അനുഭവിച്ച എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യമാണ്. ഞാൻ ഒന്നുമല്ലായിരുന്നു, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ തമ്പുരാൻ എൻ്റെ കരം പിടിച്ചപ്പോൾ, എൻ്റെ തമ്പുരാൻ എന്നെ കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ അതാ, ആരാലും അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ്. ആരും ആ കൃപ്പയുടെ ദേശത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ആരാലും അറിയപ്പെടാത്ത ഒരു വ്യക്തി ഈ ലോകം മുഴുവൻ കാണുന്ന ഇവിടെ എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം എന്നെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ
നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇവിടെയുള്ള ആരെയും എനിക്കറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങളോട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊരിക്കലും എൻ്റെ ദൈവം മാനിക്കും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ആരും വെറുങ്കയോടെ മടങ്ങിപ്പോകില്ലെന്നും നല്ല ബോധ്യം ഉണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാവ് കൊണ്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വരുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തൊണ്ടയാണ് തുറന്നത്. എൻ്റെ കണ്ണുകൾ കാണുന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിലെ ദൈവത്തിന് കാണുന്ന അതേ കാഴ്ചയാണ് ഞാനും കാണുന്നത്. എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്വർഗത്തിലെ സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചിന്തകളും വിചാരങ്ങളെല്ലാം എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാ ഇന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാവോ? എന്നെ കാണുന്ന കേൾക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനം, ഒരു ചെറിയ തീരുമാനം. എന്താണ്? ഇനി മുതൽ ഞാൻ എൻ്റെ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ അറിയാം, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഈശോയുടെ കരത്തിലേക്ക് ഇറങ്ങി. ആ പ്രാവ് നിന്റെ തോളിലാണ് ആ പരിശുദ്ധാത്മാവെന്ന പ്രാവ് നിന്റെ തോളിലാണ് ഇരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രാവ് ഒരു ചെറിയ അനക്കുണ്ടായാൽ എന്ത് ചെയ്യും? പറന്ന് പോകും. നിന്റെ തോളിലാണ് ഇരിക്കുന്നതെങ്കിൽ അനങ്ങാതെ. ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യം മാത്രമേ നീ ഇനി മുതൽ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ, നിന്റെ ജീവിതത്തിലേക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകും മുമ്പേ, ഈ ശുശ്രൂഷ തീരും മുമ്പ് നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ജ്വലിക്കാൻ തുടങ്ങും. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവം ചെറിയ കാര്യങ്ങളെ മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഉണ്ടോ? ലാസറിനെ ഉയർപ്പിച്ചത് മനുഷ്യൻ ചെയ്ത കാര്യമല്ല. ദൈവം ചെയ്യുന്നത് അസാധ്യമായ കാര്യങ്ങളെയാണ്. മാർത്തയുടെയും മറിയത്തിൻ്റെയും മുമ്പിൽ സ്വർഗത്തിലെ ദൈവം കരഞ്ഞുവെങ്കിൽ, നിന്റെ വേദനയുടെ മുമ്പിലും സ്വർഗത്തിലെ ദൈവം കരയും. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ആ റോഡിൽ കിടന്ന് വെറുതെ ഉറങ്ങുകയായിരുന്നില്ല. ഞാൻ കരഞ്ഞപ്പോൾ ആ റോഡ് സൈഡിൽ എൻ്റെ കൂടെ കരഞ്ഞ ഒരു ദൈവത്തെ ഞാൻ കണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ജോലിയില്ലാതെ ഞാൻ കരഞ്ഞപ്പോൾ, ആഹാരത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നെല്ലാം ടൂറ് പോകും. ഇപ്പം ദൈവം ഓർമ്മ തന്നുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ടൂറ് പോകും. ആ ടൂറ് പോകുമ്പോൾ ടൂറെല്ലാം ഞാൻ സംഘടിപ്പിക്കും 10ലൊക്കെ. പ്രിയപ്പെട്ടവരെ, അവസാനം എനിക്ക് മാത്രം പോകാൻ പൈസയില്ല. ഞാൻ മാത്രം മാറി നിൽക്കും. ഡ്രസ്സ് മാറ്റിയിടാൻ നല്ലൊരു ഷർട്ടില്ല. ഒറ്റ ഡ്രസ്സ് കൊണ്ടാണ് 10ലൊക്കെ പഠിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ ഓർക്കുക, അവരെല്ലാം ടൂറ് പോയത് ആ എറണാകുളത്ത് ഒരു 40 കിലോമീറ്റർ ദൂരത്തിൽ, അത് AC അല്ലാത്ത കാറ്റെല്ലാം കയറുന്ന ഒരു ബസ്സിൽ, അല്ലെങ്കിൽ ചാലക്കുടിയിൽ. പ്രിയപ്പെട്ടവരെ, ഈ 8 വർഷമായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു പൈസ പോലും മുടക്കില്ലാതെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർക്ക്, ചെന്നൈക്ക്, ബോംബെക്ക് എല്ലാം എന്നെ എല്ലാ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വയസ്സില്ലാതിരുന്ന അന്ന് വേദനിച്ചപ്പോൾ, അന്ന് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ഈശോയും എൻ്റെ കൂടെ കരഞ്ഞു. ആ കണ്ണുനീര് വർഷങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലെ ദൈവം മാറ്റിയത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അനേക നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുണ്ടാവും, സ്കാനി ബസ് എല്ലാം വലിയ നീളമുള്ള ബസ്സിൽ, AC ബസ്സിലായിരുന്നു എൻ്റെ യാത്രകളൊക്കെ. ഒരു പണം മുടക്കില്ലാതെ എത്രയോ എല്ലാവരും ഇപ്പോഴും ബാംഗ്ലൂർക്ക് ടൂറ് വരിക. പക്ഷേ എൻ്റെ ദൈവം എന്നെ അവിടെ കിടത്തി അതെല്ലാം അനുഭവിക്കാനായിട്ട് ഇടതന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നീ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് കൊടുക്കാവോ? കൊടുക്കണമെങ്കിൽ ഒരു യോഗ്യത വേണം. നിനക്ക് ഉപേക്ഷിക്കേണ്ടതിന് ഇന്ന് രാത്രി ഒരു ചുവട് മാറ്റി യേശുവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നീ എത്ര തളർന്നു കിടക്കുന്ന രോഗിയായിക്കൊള്ളട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ശുശ്രൂഷയൊക്കെ രോഗികൾ എഴുന്നേൽക്കുന്നതും ക്യാൻസർ മാറുന്നതെല്ലാം അവനാ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ചപ്പോഴാ, ഒരു വിശുദ്ധ കുമ്പസാരം നടത്തിയപ്പോഴാ, വിശുദ്ധ ബലിയിൽ പങ്കുകൊണ്ട് അത് അനുഭവിച്ചപ്പോഴാ, വചനം അവൻ്റെ ഉള്ളിലേക്ക് ആഞ്ഞ് അടിച്ചപ്പോഴാ അവൻ്റെ രോഗങ്ങൾ മാറുന്നത്, അവൻ്റെ കടഭാരം മാറുന്നത് കാണാനായിട്ട് സാധിച്ചത്. അപ്പം ഇന്ന് രാത്രിയിൽ എനിക്കും ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ സ്വർഗത്തിലെ ദൈവം. നിങ്ങളുടെ മുമ്പിലും സ്വർഗത്തിൻ്റെ വാതിൽ ഇന്ന് തുറക്കും. നീ ഏറ്റെടുത്താൽ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ. ഇതുവരെ നീ സഞ്ചരിച്ചത് പണത്തിൻ്റെയോ
ലോകമോഹത്തിൻ്റെയോ ഇമ്പത്തിൻ്റെയോ പിന്നാലെയാണെങ്കിൽ ഇന്നു മുതൽ ഒരൊറ്റ സ്റ്റെപ്പ് മാറുക. നമ്മളും കണ്ടിട്ടില്ലേ, ട്രെയിൻ വന്നാൽ നമ്മൾ പാളത്തിലൂടെ നടക്കണ എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് മാറും, അപ്പം രക്ഷ. എന്നാലോ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഹോണടിച്ച് ട്രെയിൻ മുന്നറിയിപ്പ് തന്നിട്ടും നീ മാറിയില്ല എങ്കിൽ മരണം സംഭവിക്കും. അപ്പം ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു വചനമാ, ഒരു സ്റ്റെപ്പ് ഇതുവരെ ജീവിച്ച എന്താണോ തമ്പുരാൻ ഇഷ്ടമല്ലാത്തത് അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നീ ഇന്ന് രാത്രിയിൽ മാറാൻ തീരുമാനം ഇപ്പോൾ നീ പ്രവർത്തിക്കേണ്ട, ഒന്ന് തീരുമാനം എടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്വർഗത്തിലെ ദൈവത്തിന് ഒരുപാട് നന്ദി. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ വിളിച്ചവരോടും എൻ്റെ സ്വർഗത്തിലെ ദൈവമാ എന്നെ വിളിച്ചത്, ദൈവത്തിന് മുമ്പാകെ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. യേശുവേ, അങ്ങ് വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ഹാഗാറിനെ പേര് ചൊല്ലി വിളിച്ച ദൈവമേ, ഞങ്ങളെയും പേര് ചൊല്ലി വിളിച്ചിട്ടാ പല പ്രതിസന്ധിയിലും പല വേദനയുമായിരുന്നിട്ടും ഈ വചന കൂടാരത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. തമ്പുരാനെ, ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, ഇതുവരെയും ഞാൻ അസൂയയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും പിണക്കത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ശാഠ്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും വിശുദ്ധ കുർബാന അനുഭവിക്കാതെ, വിശുദ്ധ കുമ്പസാരം നടത്താതെ, വചനത്തിനെതിരായി വചനം വായിക്കാതെ, മറ്റുള്ളവരെ പരിഹസിച്ച് കുറ്റപ്പെടുത്തി ഏഷ്ണി പറഞ്ഞ് ജീവിച്ച നാളുകളായിരുന്നു. ഒന്നോർത്തെടുക്കാവോ പ്രിയപ്പെട്ടവർ? ഇന്ന് രാത്രിയിൽ നീ വേദനിപ്പിച്ച വ്യക്തികളെല്ലാം ഇന്ന് രാത്രി ഒന്ന് ഓർത്തെടുക്കാവോ? ഒന്നോർത്തെ, നീ പരിഹസിച്ചവര്, നീ മൂലം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടവര്, കുടുംബം തകർക്കപ്പെട്ടത് ഒന്ന് ഓർത്തെടുക്കാവോ? നിന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ യേശു നിന്റെ മേൽ ഇടപെടുന്ന സമയമാണ്. നീ വിശ്വസിച്ചുകൊണ്ട് നിന്ന് കണ്ണുനീരോടെ ഒന്ന് ഓർത്തെടുക്കാവോ? വിനയമുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ നിന്നെ തന്നെ നീ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ആ ഹന്ന ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ഹൃദയവും ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയവുമായി ഒന്ന് പങ്കുവെക്കാവോ? യേശു ഇടപെടുന്ന സമയമാ. അവന്റെ മുമ്പിൽ കണ്ണുനീരോടുന്ന് പ്രാർത്ഥിച്ച്, തമ്പുരാനെ, അറിവില്ലായ്മയുടെ കാലത്ത് തെറ്റിപ്പോയി, ഞാൻ ചെയ്തു പോയി, ഞാൻ വേദനിപ്പിച്ചു, കുറ്റപ്പെടുത്തി. തമ്പുരാനെ, എല്ലാവരോടും നീ ആ സഹോദരങ്ങളെയോ സഹോദരിയോ ആണെങ്കിൽ മനസ്സിൽ കണ്ടേ അവരോടൊന്ന് മാപ്പ് ചോദിച്ചേ, ഒന്ന് മാപ്പ് ചോദിച്ചേ. സ്വർഗത്തിന്റെ മേൽ ഇടപെടുന്ന സമയമാ. എല്ലാവരോടും ഒന്ന് മാപ്പ് ചോദിച്ചേ. സഹോദര സഹോദരി, ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. ഒരുപക്ഷെ നിന്റെ ബന്ധുമിത്രാദികളായിരിക്കാം, നിന്റെ സഹോദരങ്ങളായിരിക്കാം, നിന്റെ ജോലി സ്ഥലത്തായിരിക്കാം, ഇടവകയിലായിരിക്കാം. ഒന്ന് മാപ്പ് ചോദിച്ചേ. കണ്ണുനീരോടെ ഹൃദയം നുറുങ്ങിക്കൊണ്ടൊന്ന് മാപ്പ് ചോദിച്ചേ. എന്നിട്ട് എല്ലാവരോടും ഒന്ന് ക്ഷമിച്ചേ. യേശു ക്ഷമിച്ച അതേ സ്നേഹം അവൻ ആ കാര്യരമ്പാണികളാൽ തറയ്ക്കപ്പെട്ടപ്പോ, ആ മുൾക്കിരീടം ഏറ്റ് വാങ്ങിയപ്പോ, അവന്റെ കണ്ണിൽ നിന്ന് ആ മുള്ള് തറച്ച് പുറത്തേക്ക് വന്നപ്പോഴും ആരോടും വെറുപ്പില്ലാതെ സ്നേഹിച്ച അതേ സ്നേഹത്താൽ നീ എല്ലാവരോടും ഒന്ന് ക്ഷമിച്ച്, എല്ലാവരെയും മനസ്സിൽ കണ്ട് നിനക്ക് വെറുപ്പുള്ള എല്ലാവരോടും മാപ്പ് ചോദിച്ച് അവരോട് എല്ലാവരോടും ഒന്ന് ക്ഷമിച്ചേ. പ്രിയപ്പെട്ടവരെ, യേശു ക്ഷമിക്കുന്ന ദൈവമാ നിന്റെ. യെശയ്യാപ്രവചനം പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ ഞാനത് വെളുപ്പിക്കും. ഇന്ന് രാത്രി നിന്റെ തലമുടി മുതൽ ഉള്ളംകാല് വരെ കാൽവരിയിൽ നഴുകിയ തിരുരക്തം കൊണ്ട് കഴുകാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. യേശു നിന്നെ തൊടുന്ന സമയമാ. ഓ, എന്നിട്ട് നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ യേശുവേ, എന്നോട് ഇടപെടണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. ഓ, എന്റെ കുടുംബത്തോട്, എന്റെ മക്കളോട്,
ഇല്ലാത്ത അവസ്ഥയോട്, വിവാഹം നടക്കാത്ത അവസ്ഥയോട്, മക്കളില്ലാത്ത അവസ്ഥയോട്, എന്റെ കടഭാരത്തോട്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയോട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയോട്, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയോട്, ഓ ഒരു വിശുദ്ധ കുമ്പസാരം നടത്താൻ പറ്റാത്ത, വിശുദ്ധ ബലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയോട്, സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയോട്, ഓ വിനയപ്പെടാൻ പറ്റാത്ത അവസ്ഥയോട് കരുണ തോന്നണമേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചേ. സ്വർഗ്ഗം നിന്റെ മുമ്പിൽ തുറക്കുന്ന സമയമാ. ഓ യേശു വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഓ ദൈവം നിന്റെ മേൽ തൊടുന്ന സമയമാ. അവന്റെ കരം നിന്റെ മേൽ വെക്കുന്ന സമയമാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. വിനയമുള്ള ഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുത്തേ. തീഷ്ണതയോടെ പ്രാർത്ഥിച്ചേ. യേശു നിന്നെ തൊടുന്ന സമയമാ. രോഗികളുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അസ്ഥികൾക്ക് ജീവൻ വെക്കുന്ന സമയമാ. തളർവാദികളുടെ മേൽ യേശുവിന്റെ ശക്തി ഇറങ്ങുന്ന സമയമാ. 32-ാം സങ്കീർത്തനം പറയുന്നത് പോലെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോ അസ്ഥികൾക്ക് ബലം വെച്ചു. ഹല്ലേലൂയ, തളർവാദികൾ എഴുന്നേൽക്കുന്ന സമയമാ. വിടുതലിന്റെ സമയമാ. കണ്ണുനീരോടെ യാചിച്ചേ. ഹല്ലേലൂയ, സ്വർഗം തുറക്കട്ടെ. യേശു നിന്റെ അരികിലൂടെ വരുന്നുണ്ട്. അത് പറ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ കൈകളടിച്ച് ഹല്ലേലൂയ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഈ ദേശം ഉണരട്ടെ, ഈ ലോകം ഉണരട്ടെ. അനേകർ യേശുവിന്റെ നാമം മഹത്വത്തിനായി മാറട്ടെ. യേശുവിന്റെ രാജ്യം സ്ഥാപിക്കണം ഈ ലോകം മുഴുവൻ. അവന്റെ നാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ മാറ്റപ്പെടണം. എല്ലാവരും സന്തോഷത്തോടെ, ആരും ആരെയും നോക്കണ്ട, കണ്ണുകൾ അടച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്കൊന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഈ ദേശവും ഓ ഹല്ലേലൂയ ഈ ലോകം മുഴുവൻ കത്തിപ്പടരണം യേശുവിന്റെ നാമം കൊണ്ട്. അനേകർ യേശുവിലേക്ക് മാറണം. ഇന്ന് രാത്രി ഒരു മാറ്റം, ഒരു ചുവടുവെപ്പ് ഉണ്ടാവണം. മനസ്സാന്തരത്തിന്റെ ഒരു ചുവടുവെപ്പ്. യേശു എന്ന നാമം എല്ലാവരുടെ നാമല് ഉയരണം. അതിന് നമ്മളൊരു കാരണക്കാരനായി മാറട്ടെ. ഹല്ലേലൂയ, സന്തോഷത്തോടെ പാടി ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമോ. ഇത്രയും ജനം ദൈവത്തെ ആരാധിക്കുമ്പോ സ്വർഗം തുറക്കം പ്രിയപ്പെട്ടവരെ. സ്വർഗീയ നന്മകളിലേക്ക് നിന്നിലേക്ക് ഒഴുകും. തമ്പുരാനെ പറ്റി അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, ഓരോ മക്കളുടെ മേൽ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ അമ്മയുടെ കരം നിന്റെ കരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആരാധിച്ചേ. എല്ലാം മറന്നുകൊണ്ട് ആരാധിച്ചേ. ദൈവം മാത്രം. യേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ. രാജാവേ സ്വർഗ്ഗത്തിന്റെ വന്നു ശക്തി വാഴണമേ, ഇറങ്ങട്ടെ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല അനേകരുടെ മാനസാന്തരത്തിനായി മാറട്ടെ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. ഇതിന്റെ പാപക്കറകള് യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തേ. ഒന്നൊന്നായി ഓർത്തെടുത്തേ. അത് യേശുവിന്റെ തിരക്തം കൊണ്ട് കഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ ചെറുപ്പകാലത്ത് ആഗ്രഹിച്ച് നടക്കാത്തതിന്റെ വേദന നിന്റെ ഉള്ളിൽ ഉണ്ടാകാം. ആഗ്രഹം സഹായിക്കാത്തതിന് വിഷമം ഉണ്ടാകാം. അത് വെറുപ്പിന്റെയും വിദ്വേഷത്തിനുമായി നിന്റെ ഉള്ളിൽ ഇപ്പൊ കിടക്കുന്നുണ്ടാകാം. അതിന്റെ മേൽ യേശുവിന്റെ തിരുരക്തം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. ആ മനസ്സിലേറ്റ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിച്ചേ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. എന്നിൽ നീ ശക്തിയാ. രാജാവേ വന്നു വാഴണമേ, മദ്യപാനം മാറുന്ന ശക്തിയാ. എന്നിൽ നീ
നിന്റെ മക്കളെ കുറിച്ചാണ് നീ വേദനിക്കുന്നെങ്കിൽ, വഴിതെറ്റി പോകുന്ന മക്കളാണെങ്കിൽ ഈശോയുടെ കരയിലേക്ക് കൊടുത്തേ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, മക്കളുടെ നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, നിന്റെ സ്ഥലം തമ്പുരാൻ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുക, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുക, നിന്റെ മക്കള്, ഭാര്യ, ഭർത്താവ്, നീ ജോലി ചെയ്യുന്നിടം നിന്റെ ജോലി തമ്പുരാൻ അനുഗ്രഹിക്കുക, നിന്റെ കൃഷിയിടം തമ്പുരാൻ അനുഗ്രഹിക്കുക. എല്ലാം നീ സ്വപ്നം കണ്ടേ തമ്പുരാൻ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് ശാന്തതയോടെ ഇരിക്കാം. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മാത്രം എന്നും മാറ്റപ്പെടട്ടെ. എല്ലാവരും നന്ദി.